ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാൻ, ആ വചനത്തിൽ ആഴത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം കേൾക്കുന്ന ഈ നിമിഷം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും, ദേശങ്ങളിലേക്കും, സമൂഹത്തിലേക്കും, കുടുംബത്തിലേക്കും ദൈവവചനത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നിറയുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ കടന്നു പോകുന്നത് കാണും. ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, നമ്മുടെ കുടുംബത്തെയൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ചില രോഗത്തിന്റെ മേഖലകളായിരിക്കാം, ചിലപ്പോൾ ചില പാപ മേഖലകളായിരിക്കാം, അതുവഴിയായിട്ട് ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥകളായിരിക്കാം. ഈ അവസ്ഥയിലൊക്കെ ദൈവവചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവസ്ഥയെ മാറ്റാനായിട്ട് എൻ്റെ ദൈവത്തിന് സാധിക്കും. എൻ്റെ ഹൃദയത്തിനും എൻ്റെ സമൂഹത്തിനും ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങൾക്കും ആനന്ദവും സന്തോഷവും ലഭിക്കും എന്നുള്ള ഒരു വചനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുക. അത് സങ്കീർത്തനത്തിന്റെ പുസ്തകം 28-ാം അധ്യായം 7-ാം തിരുവചനമാണ്. വചനപ്രകാരമാണ്: കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ശക്തി, നമ്മുടെ സംരക്ഷണം, നാം എന്താണോ അത് നാം ആയിരിക്കുന്ന അവസ്ഥ എല്ലാം ദൈവത്തിന്റെ അത്ഭുതകരമായ സംരക്ഷണത്തിന്റെ ഫലമായിട്ടാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. നീ ദൈവത്തിൽ നിന്റെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ച് ശരണം വെച്ച് പ്രത്യാശയോടുകൂടി നീ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൽ ശരണം വയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന മേഖലയിൽ ദൈവം നിനക്ക് സഹായഹസ്തങ്ങളുമായി നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ പറ്റും നമ്മുടെ ജീവിതത്തിലേക്ക് സഹായങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ വന്നു കഴിയുമ്പോൾ വചനത്തിന്റെ അടുത്ത ഭാഗം പറയുന്നു: എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. നമ്മുടെ ഹൃദയം നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളാ ആനന്ദത്താല് സന്തോഷത്താല് നിറയും. ഈ ദൈവം നമുക്ക് ഈ ആനന്ദവും സന്തോഷവും സമാധാനവും ഒക്കെ തന്നു കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വചനത്തിന്റെ അവസാന ഭാഗം പറയുന്നു: ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ കൃപകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് കീർത്തനങ്ങൾ ആലപിച്ച് നന്ദി പറയാനായിട്ട് നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ജീവിത പ്രതിസന്ധികളിലും അസ്വസ്ഥതകളിലും വേദനകളിലും സങ്കടങ്ങളിലും കണ്ണുനീരിലും കഴിയുമ്പോൾ സങ്കീർത്തനത്തിന്റെ പുസ്തകം 28-ാം അധ്യായം 7-ാം തിരുവചനം നമുക്ക് പഠിക്കാം. അത് ആ വചനം ഉച്ചരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുവഴിയായിട്ട് ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനം ശ്രവിച്ച് ഈ സഹോദരങ്ങളെല്ലാം ഇത് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 28-ാം സങ്കീർത്തനം 7-ാം തിരുവചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളും, ഞങ്ങളെ അലട്ടുന്ന വേദനകള്, ബുദ്ധിമുട്ടുകള്, കണ്ണുനീരിനെ നീ കാണുന്നുവല്ലോ. നിന്റെ വചനത്തിന്റെ ശക്തി ഞങ്ങളിതാ നിന്നിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ വചനത്തിന്റെ ശക്തിയാല് ഞങ്ങളുടെ പ്രാർത്ഥനകളെ, പ്രാർത്ഥനാ നിയോഗങ്ങളെ, ഞങ്ങളായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് ഞങ്ങളുടെ ഹൃദയത്തെയും ഞങ്ങളുടെ സമൂഹത്തെയും കുടുംബത്തെയും നിന്റെ സന്തോഷത്താൽ അവിടുന്ന് നിറയ്ക്കുമാറാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.